ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ് ഹബ്. സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 8ൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കോമൺ എറേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഗ്രാമറിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് സാധാരണ കോമൺ ആയിട്ട് വരുത്തുന്ന ചില എറേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്കോളേഴ്സ് ഹബിൽ ഉണ്ടാവും അതിൻ്റെ ഫുൾ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എങ്ങനെയാണത് ചെയ്യേണ്ടത്, മോഡലായിട്ട് വരുന്ന എറേഴ്സിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതെല്ലാം പഠിക്കാൻ. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സ് ചെയ്യുന്ന പോലെയാണ്, കണക്ക് ചെയ്യുന്ന പോലെയാണ്. കണക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ദ മോർ വി പ്രാക്ടീസ് ദ മോർ വി മാസ്റ്റർ. അങ്ങനെയാണ് കണക്കിൻ്റെ കാര്യം. അതായത് നമ്മൾ എത്ര അധികം കണക്കുകൾ ചെയ്യുന്നോ, എത്രയധികം ഉദാഹരണങ്ങൾ ചെയ്യുന്നോ, അത്രയധികം നമുക്കത് ബെറ്റർ ആവും. അതുപോലെ തന്നെയാണ് ഗ്രാമർ. മാക്സിമം നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. ഇഷ്ടം പോലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെറ്റീരിയലിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിനെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു യൂണിറ്റിൽ. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റത്തത് എറേഴ്സ് ഇൻ സബ്ജക്റ്റ് വെർബ് എഗ്രീമെൻറ്റ്. അതായത് സബ്ജക്റ്റും വെർബും തമ്മിൽ നമ്മൾ കോൺകോഡ് പഠിച്ചില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ. അത് ശരിയാണോ തെറ്റാണോ? ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ. ചിലപ്പോൾ നിങ്ങൾക്കിത് വേറൊരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഷീ ഒരു ഡാഷ് ഇടും, അതിനുശേഷം ടു സ്കൂൾ എവറി ഡേ, എന്നിട്ട് ചിലപ്പോൾ ഒരു ബ്രാക്കറ്റിൽ ഗോ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഗോ എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ ആയിരിക്കും നമുക്ക് നോക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മളിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഷീ ഗോ എന്നാണോ വരേണ്ടത്? അല്ല. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെർബിന് ശേഷം എസ് ഒ ഇ എസ് ഒ ചേർത്ത് കൊടുക്കണം, അത് സിംഗുലർ ആണെങ്കിൽ. പ്ലൂറൽ ആണെങ്കിൽ ജസ്റ്റ് ഗോ എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഗോസ് എന്ന് കൊടുക്കണം. ഇവിടെ നമ്മൾ റൂൾ കണ്ടില്ലേ, സിംഗുലർ സബ്ജക്റ്റ് ടേക്ക് സിംഗുലർ വേർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്ക് പ്ലൂറൽ വെർബ്. ഇവിടെ ഗോസ് എന്ന് വേണം കൊടുക്കാൻ, അപ്പോഴാണത് സിംഗുലർ വെർബായിട്ട് മാറുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ സിംഗുലർ ഫോം ആയിട്ടുള്ള ഷീ, ഹി, ഇറ്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയാസ് ഗോസ് എന്നാണ് വരിക, ഹി ഗോസ് എന്നാണ് വരിക, ഷീ ഗോസ് എന്നാണ് വരിക, ഇറ്റ് ഗോസ് എന്നാണ് വരിക. പക്ഷേ ഐ വന്നാൽ നമ്മൾ ഗോ ആണ് പറയുക. ഐ ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ, സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ. അപ്പോൾ പ്ലൂറൽ വരുന്ന സമയത്ത് നമ്മൾ എസ് ഒ ഇ എസ് ഒ ചേർക്കേണ്ട, സിംഗുലർ വരുന്ന സമയത്ത് നമ്മൾ എസ് ഒ ഇ എസ് ഒ ചേർക്കണം. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. രണ്ടാമത് ഇറർ ഇൻ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ. ഓക്കെ, എ ആൻഡ് ദ എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എയും ആനും. ആൻ ആപ്പിൾ എന്നാണ് പറയുന്നത്. എ ടൈഗർ അല്ലെങ്കിൽ എ ക്യാറ്റ് എന്നാണ് പറയുന്നത്. അതെന്താണ്? നമ്മൾ കോൺസണൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് വവൽ സൗണ്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഐ ഒ യു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വവൽ സൗണ്ടുകളാണ്. എന്താണ് വവൽ സൗണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഈ വവൽ സൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. അതല്ലാതെ കോൺസണൻറ്റ് സൗണ്ട് ബാക്കിയുള്ള സൗണ്ട്സ് ഉണ്ട്. അതായത് ഇപ്പോൾ കാ, കീ, ടാ, ടി അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നേ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക? എ ആണ് യൂസ് ചെയ്യുക. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് വരുന്ന സമയത്താണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ നോക്കുക, ഒരു ഇൻകറക്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐ സോ എ എലിഫൻറ്റ് ഇൻ ദ സൂ. ഐ സോ എ എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഐ സോ ആൻ എലിഫൻറ്റ് എന്നാണ്. ഇവിടെ എ എന്ന് പറഞ്ഞത് ഒരു വവൽ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഐ സോ ആൻ എലിഫൻറ്റ് ഇൻ ദ സൂ. ഐ സോ ആൻ എലിഫൻറ്റ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. യൂസ് എ ബിഫോർ കോൺസണൻറ്റ് സൗണ്ട്സ് ആൻഡ്
ആൻഡ് ബിഫോർ വവൽ സൗണ്ട്സ്. ഇവിടെ എലിഫൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് തുടക്കം വവൽ സൗണ്ട് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് വവൽ സൗണ്ട്, എന്താണ് കോൺസണൻറ്റ് സൗണ്ട്. അതിന് നിങ്ങൾ ഫുൾ ക്ലാസ് തന്നെ കേൾക്കണം. അല്ലെങ്കിൽ ഞാൻ വവൽ സൗണ്ട് എന്താണ്, കോൺസണൻറ്റ് സൗണ്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് വീണ്ടും പഠിപ്പിച്ചിട്ട് തരേണ്ടി വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എറേഴ്സ് ഇൻ പ്രിപ്പോസിഷൻ. ഈ പ്രിപ്പോസിഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കാറുണ്ട് സാധാരണ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. വിത്തല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ വിത്താണ് ഇതിനെ ഒരു അർത്ഥം വെച്ച് നോക്കുന്ന സമയത്ത്, ഗ്രാമാറ്റിക്കലി അല്ലാതെ മീനിങ് വൈസ് നോക്കുന്ന സമയത്ത് വിത്ത്, കൂടെ എന്നുള്ളൊരു അർത്ഥം വരും. അപ്പോൾ ഇവിടെ വിത്ത് എന്നല്ല കൊടുക്കേണ്ടത്. ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് എറേഴ്സ് ഇൻ ടെൻസ്. ടെൻസുകളിലുള്ള എറേഴ്സ് എങ്ങനെയാണ് നോക്കുന്നത്? ഐ ഹാവ് സീൻ ഹിം എസ്റ്റർഡേ. ഐ ഹാവ് സീൻ ഹിം എസ്റ്റർഡേ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് കഴിഞ്ഞു പോയൊരു കാര്യം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ സോ ഹിം എസ്റ്റർഡേ എന്ന് കൊടുത്താൽ മതി. എസ്റ്റർഡേ റെഫേഴ്സ് ടു എ ഫിനിഷ്ഡ് ടൈം, സോ യൂസ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് എസ്റ്റർഡേ എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ അതെന്താണ്, ഫിനിഷ്ഡ് ആണ്. ആ ഒരു കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മളിനി അതിനെക്കുറിച്ച് പറയണ്ട. ഐ ഹാവ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പെർഫെക്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയ കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിന് പ്രസൻറ്റിലും എന്തുണ്ട്, സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കഴിഞ്ഞ കാര്യത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും അതിന് പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐ ഹാവ് സീൻ ഹിം എസ്റ്റർഡേ എന്ന് പറയുന്ന ആ ഒരു സാധനം, അതായത് എസ്റ്റർഡേ എന്ന് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഐ ഹാവ് സീൻ ഹിം എന്ന് കൊടുത്താൽ മതി. അപ്പോഴത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ എസ്റ്റർഡേ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എറേഴ്സ് ഇൻ വേർഡ് ഓർഡർ. എന്തൊക്കെയാണ് വേർഡ് ഓർഡറിൽ വരാറുള്ളത്? ഐ ലൈക്ക് വെരി മച്ച് ദിസ് ബുക്ക്. ഐ ലൈക്ക് വെരി മച്ച് ദിസ് ബുക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ലൈക്ക് ദിസ് ബുക്ക് വെരി മച്ച് എന്ന് പറഞ്ഞാൽ മതി. ഐ ലൈക്ക് ദിസ് ബുക്ക് വെരി മച്ച്. കാരണം ഇവിടെ വെരി മച്ച് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഐ ലൈക്ക് കഴിഞ്ഞിട്ട് വെരി മച്ച് അല്ല കൊടുക്കേണ്ടത്, ഐ ലൈക്ക് ദിസ് ബുക്ക് വെരി മച്ച് എന്നാണ്. അപ്പോഴാണ് നമുക്ക് ആ വേർഡിനൊരു ഓർഡർ അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുകയുള്ളൂ. ആഡ്വർബ്സ് യൂഷ്വലി കം ആഫ്റ്റർ ദ ഒബ്ജക്റ്റ്. അതായത് ആഡ്വർബുകൾ എപ്പോഴും എന്താണ്, ഒബ്ജക്റ്റിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് എറർ ഇൻ പ്രോനൗൺ. പ്രോനൗൺസിൽ വരുന്ന എറേഴ്സാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആദ്യം കൊടുക്കുന്നുണ്ട്. മീ ആൻഡ് മൈ ഫ്രണ്ട് വെൻ ടു ദ മാർക്കറ്റ്. മീ ആൻഡ് മൈ ഫ്രണ്ട് വെൻ ടു ദ മാർക്കറ്റ്. ഞാനും എൻ്റെ കൂട്ടുകാരും മാർക്കറ്റിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ കൊടുത്തത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻ ടു ദ മാർക്കറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ യഥാർത്ഥ ഓർഡർ. യൂസ് ഐ ആസ് ദ സബ്ജക്റ്റ് ആൻഡ് മീ ആസ് ദ ഒബ്ജക്റ്റ്. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് ശരിയായ രീതിയിലേക്ക് മാറുന്നത്. ഇനി ഡബിൾ നെഗറ്റീവ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് തെറ്റാണ്. ഡബിൾ നെഗറ്റീവ്, അതായത് ഒരു സെൻറ്റൻസിൽ 2 നെഗറ്റീവ് യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഐ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ഇറ്റ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അവിടെ ഒരു നത്തിങ്ങിനെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്താ, ഈ ഡബിൾ നെഗറ്റീവ്, 2 നെഗറ്റീവ് മീനിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞാൽ മതി, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ എനിത്തിങ്. മറ്റേത് ഐ ഡോണ്ട് ഡു നെഗറ്റീവ്, നത്തിങ്ങും നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് കൊടുത്താൽ മതി. എറേഴ്സ് ഇൻ റെഡൻഡൻസി. എന്താണ് റിഡൻഡൻസി എന്ന് നോക്കാം. ഹി റിട്ടേൺഡ് ബാക്ക് ഫ്രം ദ ഓഫീസ്. ഹി റിട്ടേൺഡ് ഫ്രം ദ ഓഫീസ് എന്ന് കൊടുത്താൽ മതി. റിട്ടേൺഡ് ഓൾറെഡി മീൻസ് കം ബാക്ക്. അതായത് റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കം ബാക്ക് ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും നമ്മളൊരു ബാക്ക് എന്ന് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ജസ്റ്റ് ഹി റിട്ടേൺഡ് ഫ്രം ദ ഓഫീസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ബാക്ക് എന്നുള്ളത് അൺനെസസറി ആയതുകൊണ്ടാണ് അത് തെറ്റായി പോകുന്നത്. എറേഴ്സ് ഇൻ കൺഫ്യൂസിങ് വേർഡ്സ്. അതെങ്ങനെയാണ് വരുന്നത്? ദെയർ കമ്മിങ് ടു ദ പാർട്ടി. ദെയർ കമ്മിങ് ടു ദ പാർട്ടി. ഇവിടെ നമ്മൾ ദെയർ കമ്മിങ് ടു എന്നാണ്. ഇത് ചില ആളുകൾക്ക് മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. ദെയർ എന്നല്ല, ദേ ആർ എന്നാണ്.
ദെയർ എന്ന് പറഞ്ഞാൽ അവരുടേതാണ്, ദേ ആർ എന്ന് പറഞ്ഞാൽ അവർ വരുന്നു എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് എന്താണ്? ദേ ആർ കമ്മിങ് ടു ദ പാർട്ടി. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് തെറ്റിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും, അത് നിങ്ങൾ ശരിയാക്കേണ്ടി വരും. എറേഴ്സ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എങ്ങനെയാണ് നോക്കുന്നത്? ഇഫ് ഈ വിൽ കം വി വിൽ ഗോ ടു ദ പാർക്ക്, അത് തെറ്റാണ്. ഇഫ് ഈ വിൽ കം വി വിൽ ഗോ ടു ദ പാർക്ക് എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? ഇഫ് ഹീ കംസ് വി വിൽ ഗോ ടു ദ പാർക്ക് എന്ന് കൊടുത്താൽ മതി. അതായത് രണ്ട് ഫ്യൂച്ചർ ടെൻസ് ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ദ ഫസ്റ്റ് കണ്ടീഷണൽ യൂസ് ഈഫ് പ്രസൻറ്റ് സിമ്പിൾ വിൽ പ്ലസ് വേർബ്, ഇതാണ് അതിൻ്റെ ഫോം. ഓക്കെ, അപ്പോൾ ഇഫ് ഹീ കംസ് വി വിൽ ഗോ ടു ദ പാർക്ക് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. കാരണം ഇത് എങ്ങനെ ഏത് ഏരിയാസ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തെറ്റിച്ചിട്ടുള്ള എറേഴ്സ് കൊടുത്തിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ മാക്സിമം നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്ത് പഠിക്കുക. അതാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. കാരണം ഞാനിതിൽ എത്ര കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ചിലപ്പോൾ അത് ഔട്ട് ഓഫ് ദ സിലബസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടത്? മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് വേറൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു സോ മച്ച്.